രാത്രി 2 മണിയാകുമ്പോൾ ബിലാൽ വിളിച്ചിട്ട് പറയുന്നത് ആ മെഡിക്കേരി പോയിട്ട് വരാം. ഫാമിലി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിട്ട് അങ്ങനെ ഷൂവും ഒരു കവറിൽ ഹുഡി എടുത്തിട്ട് ഞാൻ ഇറങ്ങി. എന്തിങ്ങനെ പ്ലാൻ ആകാത്ത ഒരു ട്രിപ്പും ചോദിച്ചെങ്കിൽ 2 days കഴിഞ്ഞെങ്കിൽ ഓന് റിട്ടേൺ ദുബൈയിലേക്ക് പോകും. അപ്പോൾ ഓന് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മെഡിക്കേരി ആകുമ്പോൾ നമുക്ക് അടുത്തുള്ള ഹിൽ സ്റ്റേഷനിൽ ഒന്നാണ്. അപ്പോൾ പോയിട്ട് രാവിലെ ചായ കുടിച്ചിട്ട് വരാനുള്ള പ്ലാനാണ്. അങ്ങനെ ഓരോരാളെ പൊരുക്ക് പോയിട്ട് വീക്കാക്കി. ഏടക്ക് പോകുന്ന ചോദിച്ചപ്പോൾ മെഡിക്കേരി പോയിട്ട് ചായ കുടിച്ചിട്ട് വരാനാണ് ബിലാൽ അല്ലേ. നാട്ടിൽ ചായ കുടിക്കാൻ വേറെ സ്പോട്ടില്ലായിട്ടൊന്നുമല്ല. പിന്നെ ചായ കുടിക്കാൻ നമ്മൾ ഏതറ്റം വരെ പോകുന്നതാണല്ലോ. ഓറും റെഡി ആയിട്ട് സെറ്റിൽ നമ്മൾ വെയിറ്റ് ആയിക്കൊണ്ടുണ്ടായി. അങ്ങനെ 2 കാറിൽ നമ്മൾ ഇറങ്ങി. നമ്മൾ പോകുന്നത് മുള്ളേരിയ സുള്ളിയ റൂട്ടിൽ കൂടിയിട്ടാണ്. പോയിട്ട് മുള്ളേരിയ പിന്നെ നല്ല ഫോഗ് തുടങ്ങി. പിന്നെ റോഡ് കാണാത്ത അവസ്ഥ മാതിരി ഫോഗ്. അതും രാത്രി 3 മണി. പിന്നെ തല പുറത്തിട്ട് നോക്കിയിട്ട് പൈസ കൊടുക്കേണ്ട അവസ്ഥ വന്നു. കുറച്ച് പോയിട്ട് സുല്യ പാസ് ആയിട്ടാകുമ്പോൾ ഒരു ഷോപ്പ് കിട്ടി. ചായ കുടിക്കാനൊക്കെ നിർത്തിയത്. പക്ഷെ എന്താക്കുന്ന ചായ ഇല്ല. പക്ഷെ ബിലാലിന് ഇഷ്ടപ്പെട്ട പച്ചലൈസ് കിട്ടിയോണ്ട് ബിലാൽ ഹാപ്പിയായി. കാറിന്റെ ടയറിൽ എയർ ഇല്ലാത്തതിനെ കൊണ്ട് നെക്സ്റ്റ് കംപ്ലീറ്റ് എയർ കയറ്റി. ഭാഗ്യത്തിന് കുറച്ച് പോയപ്പോൾ നല്ല ചായ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ടായി. ആടുന്ന ചായം കുടിച്ചിട്ട് കുറച്ച് പോയപ്പോൾ ഉണ്ട് ചേരുന്ന നല്ല നീർദോശയും മീൻ്റെ മുളും കിട്ടുന്ന സ്പോട്ട് ഉണ്ട്. അങ്ങനെ ട്രൈ ആക്കി നോക്കണോ എന്നിട്ട് ആടവും പോയിട്ട് അതൊന്നും ഇതിപ്പോ ഇങ്ങനെ പോയെങ്കിൽ സൺറൈസിന് മുമ്പ് അടുക്കത്തും തോന്നില്ല. കർണാടക ബോർഡർ പാസ് ആയപ്പോൾ തുടങ്ങുമ്പോൾ തണുപ്പ് ചാലിച്ചിട്ട് എല്ലാവരും ബെർക്കാൻ തുടങ്ങി. സുബി വാങ്ങി കൊടുത്തപ്പോൾ അടുത്തന്നെ കിട്ടിയ പള്ളിയിൽ പോയിട്ട് സുബിയും നിസ്കരിച്ചു. എന്തായാലും നേരം വെളുത്തേന് തിരക്കാക്കി പോയിട്ട് എന്താക്കാൻ അതുകൊണ്ട് പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ആടെ നിർത്തി. നോക്കുമോനെ എന്ത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ആടെ കുറച്ച് നേരം വെയിറ്റ് ആക്കിയപ്പോൾ ഓറ് വന്നപ്പോൾ താഴെ പോയിട്ട് ആ സ്ഥലത്തിൽ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാൻ ചെല്ലി. താഴെ പോയിട്ട് ആ തോടും കൃഷിയും എല്ലാം കണ്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് നമ്മൾ വന്നു. അപ്പോൾ ബാക്കി കഥ നെക്സ്റ്റ് വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ്.